പോളണ്ടിൽ എവിടെ ചെന്നാലും കാണുന്നൊരു ഷോപ്പാണിത്. ഇവിടുത്തെ ലോക്കൽ കുസീൻ പ്രത്യേകിച്ച് സ്നാക്കായിട്ട് കൊടുക്കുന്നത് അതിവിടെ റെയിൽവേ സ്റ്റേഷനിലും കാണാം. ഞങ്ങളുടെ ട്രെയിൻ വന്നിരിക്കുകയാണ്. ട്രെയിനിനകത്ത് കയറി പറ്റി. ഞാനിപ്പോഴുള്ളത് പോളണ്ടിലെ ക്രാക്കോയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. മിക്കവാറും എല്ലാ ഇൻ്റർസിറ്റി ട്രെയിനുകളും ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത് മറ്റു സിറ്റികളിലേക്ക്. പ്രധാനപ്പെട്ട് പോളണ്ടിനകത്തായാലും പോളണ്ടിന് പുറത്തായാലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഒരുപാട് ട്രെയിനുകൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. ഈ ഒരു സ്റ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ വെല്ലുന്നൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെ എന്ന് പറയാം. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ വന്ന് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു അത്ഭുതമാണ്. യൂറോപ്പിലുള്ള പോളണ്ടിലെ ക്രാക്കോ ഗ്ലൗണി എന്ന് പറയുന്ന ഒരു മെയിൻ സ്റ്റേഷനാണ്. ടൂറിസ്റ്റുകൾ മാത്രമല്ല, ഇവിടെയുള്ള ലോക്കൽസും ഒരുപാട് ഉപയോഗിക്കുന്ന സ്റ്റേഷനാണ്. അവരും യാത്ര ചെയ്യുന്നതും. സ്റ്റേഷനകത്ത് തന്നെ കണക്റ്റായിട്ട് ഒരു മോള് പോലെയുണ്ട്, ഷോപ്പിംഗ് സെൻറ്ററുണ്ട്, ഹൈപ്പർ മാർക്കറ്റുണ്ട് ഒരു സൈഡിൽ. അതോടൊപ്പം തന്നെ മറു സൈഡിൽ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള വഴികളാണ്. ഓരോ സിറ്റിയിലേക്കും പോകാനുള്ള ട്രെയിനിൻ്റെ ലിസ്റ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. വാർസോയിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അറൈവലും ഉണ്ട്, ഡിപ്പാർച്ചർ ഡീറ്റെയിൽസും ഉണ്ട്. നമ്മൾ പോകുന്ന ട്രെയിന് 3526, പ്ലാറ്റ്ഫോം നമ്പർ 5. രാവിലെയാണ് ഇപ്പം. രാവിലെ ഏകദേശം 9 മണി കഴിഞ്ഞു. താഴെ ഒരു കാപ്പിയൊക്കെ കുടിക്കാനായിട്ട് വന്നതാണ്. ഇവിടുത്തെ ഷോപ്പുകളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ്, അതായത് ബേസ്മെൻറ്റിലാണ് ഈ ഒരു ഷോപ്പിംഗ്, മെയിൻ സ്റ്റേഷൻ, കോഫി, എല്ലാ സൗകര്യങ്ങളും, സൂപ്പർ മാർക്കറ്റ് അടക്കമുള്ള ഈ ഒരു സംവിധാനം. ഒരുപാട് ഫുഡ് ചെയിനുകളുണ്ട്. എന്ത് ഭക്ഷണവും ഇവിടെ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. ബേസ്മെൻറ്റിൽ നിന്നും നേരെ ഗ്രൗണ്ട് ലെവലിലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. ഇവിടെ പ്ലാറ്റ്ഫോമുകളിലേക്ക് എസ്കലേറ്റർ ഉണ്ട്, കൂടാതെ ലിഫ്റ്റും ഉണ്ട്. നമുക്ക് സൗകര്യമുള്ള പോലെ ബാഗേജ് കൂടുതലാണെങ്കിൽ ലിഫ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. AC ട്രെയിനുകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്, കാണാം. ഇൻ്റർസിറ്റി ട്രെയിനുകൾ. ക്രാക്കോ എന്ന് പറയുന്ന സിറ്റി പോളണ്ടിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സിറ്റി കൂടിയാണ്. അതുകൂടാതെ പോളണ്ടിൻ്റെ റോയൽ ക്യാപിറ്റലാണ്. ഇവിടെ ഒരുപാട് ബുള്ളറ്റ് ട്രെയിനുകൾ വന്നും പൊയ്ക്കൊണ്ടുണ്ട്. എൻ്റെ പുറകിൽ കാണുന്ന ഇതൊരു ഇൻ്റർസിറ്റി ട്രെയിനാണ്. ഇവിടുത്തെ മിക്കവാറും ഇൻ്റർസിറ്റി ട്രെയിനുകൾ ബുള്ളറ്റ് ട്രെയിൻ ടൈപ്പാണ്, അതായത് സ്പീഡ് ട്രെയിനാണ്. ഇവിടെ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പ്ലാറ്റ്ഫോം ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് വരാനായിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വരിക, അവിടുന്ന് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക, ഷോപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഷോപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ആക്ച്വൽ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ നമ്മൾക്ക് ടിക്കറ്റ് ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഞങ്ങളുടെ ട്രെയിൻ വന്നിരിക്കുകയാണ്. നല്ല റഷാണ് ഇവിടെ. അങ്ങനെ അവസാനം തിരക്കുകൾക്കൊടുവിൽ ട്രെയിനിനകത്ത് കയറി പറ്റി. അടിപൊളി ട്രെയിനാണെന്ന് തന്നെ പറയാം. നമ്മൾ സീറ്റ് പിടിച്ചിട്ടുണ്ട്, ലഗേജ് എല്ലാം മേലെ വെച്ച്. നമുക്ക് നല്ലൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട്, അതും വിത്ത് ടേബിളുള്ള സീറ്റാണ്. ട്രെയിന് പുറപ്പെട്ട് കഴിഞ്ഞു. സമയം കൃത്യനിഷ്ഠത എന്ന കാര്യത്തിൽ യൂറോപ്യൻസിന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 10:06 ട്രെയിൻ പുറപ്പെടേണ്ടത്. കൃത്യം 10:06 തന്നെ പുറപ്പെട്ടിട്ടുണ്ട്.
Когда такие манеры. My jakieś takie niebinarne, albo jakieś delikatne, tylko to wszystko tak było w takim... അങ്ങനെ വാർസോയിലെത്തിയിരിക്കുകയാണ്. വാർസോ മെയിൻ സ്റ്റേഷനാണിത്. വാർസോ സെൻട്രൽ സ്റ്റേഷൻ. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകളിലെ സൗകര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. കോഫി ഷോപ്പുകളായാലും ഫുഡ് കഴിക്കാനുള്ള സൗകര്യമായാലും. പോളണ്ടിൽ എവിടെ ചെന്നാലും കാണുന്നൊരു ഷോപ്പാണിത്. ഇവിടുത്തെ ലോക്കൽ കുസീൻ പ്രത്യേകിച്ച് സ്നാക്കായിട്ട് കൊടുക്കുന്നത് അതിവിടെ റെയിൽവേ സ്റ്റേഷനിലും കാണാം. നമുക്ക് ഇവിടുന്ന് മെയിൻ ഹാളിലേക്കാണ് പോകേണ്ടത്. മെയിൻ ഹാള് മുകളിലാണ്. അതുവഴി പുറത്തിറങ്ങിയാൽ ഞങ്ങളുടെ ഹോട്ടലിലേക്കുള്ള വഴിയായിരിക്കും.